ചില ദിവസങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതല്ലാതെ വേറെ പല സംഭവങ്ങളും ആയിരിക്കും കേട്ടോ നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ വിചാരിച്ച ആ ഒരു റൂട്ടിൽ തന്നെ നമ്മുടെ ലൈഫ് പോകണമെന്നില്ല. അങ്ങനത്തെ ഒരു ദിവസമാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തത് ബീച്ചും ഒരു ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കർമാറ ഹോട്ടലിൽ കൂടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊന്നാനി ബീച്ചിലേക്കാണ് കേട്ടോ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് കാലമായിട്ട് ഞങ്ങൾ കർമാ റോഡ് വഴി വരാറില്ല കേട്ടോ. ഈ ഒരു വഴി പോകുന്നത് എന്തായാലും മറക്കാനാവാത്തൊരു ഓർമ്മ തന്നെയാണ്. പിന്നെ പോയവർക്ക് വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. 5.5 കിലോമീറ്റർ നിളയുടെ തീരത്ത് കൂടിയുള്ള ഈ ഒരു റോട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ച് കുറേ കാലം പോവാത്തതുകൊണ്ട് വീണ്ടും ഒന്ന് കാണാനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് വഴിയോര കച്ചവടക്കാർ കൂടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ. അത് മാത്രമല്ല ഇവിടെ ബോട്ടിങ്ങും വീണ്ടും തുടങ്ങിയിട്ട് നല്ല വിപുലമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈവനിങ്ങിൽ ആണ് കേട്ടോ കൂടുതലും ആളുകൾ ഇവിടെ വരുന്നത്. വെയിലുള്ള സമയത്ത് അധികം ഇവിടെ ആരും നിൽക്കാറില്ല. അപ്പോൾ ഇതാ ഈവനിങ് ഏകദേശം ആവാറായത് കൊണ്ട് തന്നെ ഇപ്പം തന്നെ കുറച്ച് തിരക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചമ്രവട്ടത്തിൽ നിന്ന് പൊന്നാനി വരെയാണ് കേട്ടോ ഈ ഒരു കർമാ റോഡ് ഉള്ളത്. അപ്പോൾ ഇന്ന് ആണെങ്കിൽ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. ഇവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീച്ച് വരയ്ക്കും എത്താൻ പറ്റില്ല എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടെ ഇന്ന് റാലിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എന്തായാലും പോയി നോക്കി. അപ്പോൾ ഞങ്ങൾക്ക് റാലിയും കാര്യങ്ങളൊക്കെ വരുന്നത് കാണാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. പക്ഷേ അധികം ബ്ലോക്കൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ അവിടെ എത്തി. പക്ഷെ ഞങ്ങൾ ബീച്ചാണെന്ന് കരുതി പോയി അവസാനം ഹാർബറിലാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഹാർബറിൽ ഇതുവരെ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഹാർബറിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എനിക്ക് പുതുമയുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഒരുപാട് മത്സ്യബന്ധന ബോട്ടുകളും വഞ്ചികളും ഒക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല മീൻ പിടിച്ച് വരുന്ന വഞ്ചിയും ബോട്ടുകളാണ് കേട്ടോ അതൊക്കെ വരുന്നത്. അപ്പോൾ ഇതാ ഒരു ചാകര പോലെ എന്തോ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ഒരു അയിലയുടെ ഒരു മീനാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അവർ കോരി അതിലേക്ക് ഇടുകയാണ്. അതൊന്നും നമുക്ക് വാങ്ങാൻ കഴിയില്ല. അവർ ഓൾറെഡി അതൊക്കെ ബുക്ക് ചെയ്ത് വെച്ചതാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതാ നമ്മൾ ആ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടേക്ക് ഈ ഹാർബറിലേക്ക് കയറാൻ വേണ്ടി ഒരു 10 രൂപ ഒരാൾക്ക് 10 രൂപയാണ് കേട്ടോ അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് കുറച്ച് മീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെമ്മീനാണ് കേട്ടോ വാങ്ങിച്ചത്. മീനുകളൊക്കെ ഇവിടെ നിന്ന് ഒരുപാട് വിലക്കുറവിന് തന്നെയാണ് എല്ലാവർക്കും കിട്ടുന്നത്. അതുകൊണ്ട് പല ആളുകളും ഇവിടെ വന്നിട്ട് മീൻ വാങ്ങിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അതല്ലാതെ കാണാനായിട്ടും കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചെമ്മീനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് പോയിട്ടോ. ഇനിയിപ്പോൾ മീൻ മേടിച്ച സ്ഥിതിക്ക് ഒരുപാട് നേരം കാറിൽ വെച്ച് കഴിഞ്ഞാൽ സ്മെല്ലടിക്കുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോയിട്ടോ. കർമാ റോഡ് വഴി തന്നെയാണ് തിരിച്ചു വന്നത്. ആ സമയത്ത് കുട്ടികൾക്ക് ബീച്ചിലൊന്നും പോവാത്തതിൻ്റെ ഒരു സങ്കടം തീർക്കാനായി ഞങ്ങൾ ഈ ഒരു പാർക്കിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ 100 രൂപയാണ് കേട്ടോ ഒരു കുട്ടിക്ക് ഈ ഒരു പാർക്കിൽ അവർ വാങ്ങിക്കുന്നത്. ഒരുപാടൊന്നുമില്ല കളിക്കാനും, പക്ഷെ കുറച്ച് സമയം കളിക്കാൻ കഴിയും. അങ്ങനെ അവരതൊക്കെ കഴിച്ചു. ഇവിടെ സ്വിമ്മിംഗ് പൂളും ഉണ്ട് കേട്ടോ. അതിലും ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. അപ്പോൾ അവിടെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ടാറ്റാ.